Alaga, good morning. Rehana, good morning. Okay, let us start. Shall we start? Yes. Let us start. Okay. Yes. Alaga, okay. Yes. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് വിഷയത്തിലോട്ട് വരാം. അപ്പോൾ നമ്മൾ വിവിധ ടെൻസുകളെ കുറിച്ച് പറഞ്ഞു. ആ കൂട്ടത്തിൽ നാലാമത്തെ ഒരു ടെൻസിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞുപോയി. സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് പറഞ്ഞു, സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞു, സിമ്പിൾ ഫ്യൂച്ചറിനെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറഞ്ഞത് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ച് തുടങ്ങി വെച്ചു. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ, വാട്ട് ഈസ് ഗോയിങ് ഓൺ അറ്റ് പ്രസന്റ്, ഇപ്പോഴെന്താണോ നടന്നുകൊണ്ടിരിക്കുന്നത് ആ കാലഘട്ടത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസ് ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നമുക്കറിയാം, ആദ്യം അതിന്റെ സബ്ജക്റ്റ് എഴുതുന്നു. സബ്ജക്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുന്നു. ആ വെർബിന്റെ കൂടെ ING കൂടി ചേർക്കും. അപ്പൊ സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ് പ്ലസ് ING. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിന്റെ സ്ട്രക്ചർ ആയിട്ട് നമ്മൾ പറഞ്ഞു. പ്രസന്റ് കണ്ടിന്യൂസ്. യെസ്. ഇനി അത് ഉപയോഗിച്ച് നമ്മൾ പല വാചകങ്ങൾ പറഞ്ഞു. ഷീ ഈസ് റൈറ്റിംഗ്, they are writing, they are using, I am living, I am taking class. അങ്ങനെയുള്ള നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് അതേ വാചകത്തിന്റെ അതേ ടെൻസിന്റെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതേ ടെൻസിന്റെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങൾ. അപ്പോ അതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് കഴിഞ്ഞതിന് ശേഷം ഒരു നോട്ട് എന്നുകൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ നെഗറ്റീവ് വാചകം. യെസ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, ദേ ആർ നോട്ട് ഗോയിങ്, ഷീ ഈസ് നോട്ട് ടീച്ചിങ്, യു ആർ നോട്ട് ലിസണിങ്, ദേ ആർ നോട്ട് റൈറ്റിംഗ്, ഐ ആം നോട്ട് ഡ്രിങ്കിങ് ടീ. അപ്പൊ അങ്ങനെ നോട്ട് ചേർത്ത് പറയുമ്പോൾ അതെന്തായിട്ട് മാറുന്നു? അതിന്റെ നെഗറ്റീവ് വാചകങ്ങളായിട്ട് മാറും. ഇനി നിങ്ങൾക്കറിയാവുന്ന പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ കൂടെ, അതായത് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറിന്റെ കൂടെ ഒരു നോട്ട് ചേർത്തിട്ടുള്ള വാചകം നിങ്ങൾ പറഞ്ഞു. നോട്ട് ചേർത്ത് ഗഗന. He is not driving. She is not driving. Correct ആണ്. She is not thinking. She is not thinking. Correct ആണ്. They are not dancing. They are not dancing. Correct.
ഓക്കെ 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 കറക്റ്റ് ആണ് പറയുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് പറയുന്നു. പിന്നെ എന്ത് പറയുന്നു? ഒരു നോട്ട് കൂടി ചേർക്കുന്നു. യെസ്, രഹന പറയാമോ? സ്വന്തമായിട്ട് 2-3 വാചകങ്ങൾ ഈസോ ആമോ ആറോ കഴിഞ്ഞിട്ട് നോട്ട് വരുന്ന വാചകങ്ങൾ. Yes, sir. യെസ് പറഞ്ഞേ. My baby is not sleeping right now. യെസ്. We are not going to the clinic today. We are not going to play today. I am not feeding the baby at the moment. Yes. He is not crying. Okay. I am not cooking lunch right now. Okay. Okay. I am not cooking right now. Yes. Okay. Okay. Correct. Okay. Okay. Yes. അപ്പൊ തന്നിരിക്കുന്ന വാചകത്തിന്റെ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിന്റെ നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കുക. അവിടെ നോട്ട് ചെയ്യാം. ഓക്കെ. അളകാം. ഇനി അളകെന്ന് പറയാമോ? നോട്ട് ചെയ്യാത്തത്. Good morning, sir. Yes. Good morning. The book is not interesting. The book is not interesting. Correct ആണ്. My friends are not coming today. My friends are not coming today. Correct. We are not tired. അപ്പൊ അതിനകത്ത് സെന്റൻസ് കറക്റ്റ് ആണ്. അപ്പൊ ING ഇല്ല കേട്ടോ. വി ആർ നോട്ട് ട്രൈയിങ് ഒരു വേറെ വീട് കേട്ടി കഴിഞ്ഞാൽ കറക്റ്റ് ആയി. ഓക്കെ. വി ആർ നോട്ട് ടൈഡ് കറക്റ്റ് ആണ്. സെന്റൻസ് കറക്റ്റ് ആണ്. വേറെ ടെൻസ് ആണെന്ന് മാത്രമാണ്. യെസ്. They are not at home. They are not at home. ഇതിനകത്തും ING വന്നിട്ടില്ല. പക്ഷെ സെന്റൻസ് കറക്റ്റ് ആണ്. ഓക്കെ. The dog is not hungry. ഓക്കെ 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 ഓക്കെ. അപ്പൊ നമുക്ക് അത് വേണമെങ്കിൽ വേറെ രീതിയിൽ പറയാം. ദ ഡോഗ് ഈസ് നോട്ട് ബാർക്കിംഗ്. അപ്പൊ ING വന്നു. അപ്പൊ നമ്മൾ പറഞ്ഞത് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ സബ്ജക്ട് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് പിന്നെ വെറുതെ അതിന്റെ കൂടെ പിന്നെ ഒരു ING കൂടി വേണം. ഓക്കെ ഓക്കെ ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ. കറക്റ്റ് ആണ് പറഞ്ഞത് കേട്ടോ. യെസ് യെസ്. നമിത ഇനി യെസ്. സാന്ദ്രാമോൾ യെസ്. മേഘ വിശ്വം. Yes, sir. പറഞ്ഞോളൂ. ഈസ് ആം നോട്ട് വരുന്നത്. കുട്ടിയെ നോക്കിക്കോളൂ. കുഴപ്പമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് പിന്നീട് പരിഗണിക്കാം. ഓക്കെ ഓക്കെ. ടേക്ക് കെയർ ഓഫ് ദ ബേബി. യെസ്. രക്ഷിത. ഷമാന ഷെറിൻ. Yes, sir. ഓക്കെ ഓക്കെ. ഈസ് ആം ആർ അത് കഴിഞ്ഞിട്ട് നോട്ട് വരുന്ന ഒരു സെന്റൻസ് എവിടെയെങ്കിലും പറയാൻ പറ്റും? ഈസും ഒരു വാചകം പറഞ്ഞു. ഈസും ആമോ ഞാനിപ്പോ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളൂ. എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഒരു സബ്ജക്ട് ഇത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പിന്നെ വെർബ് പിന്നെ ING. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസ്. അതിന്റെ നെഗറ്റീവ് വാചകങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് കഴിഞ്ഞിട്ട് ഒരു നോട്ട് എന്നുകൂടി ചേർത്ത് കഴിയുമ്പോൾ അത് നെഗറ്റീവായി. എക്സാമ്പിൾ പറയും. ഷീ ഈസ് ഡ്രിങ്കിങ്. നമുക്ക് അതിന്റെ നെഗറ്റീവ് പറയുമ്പോൾ ഷീ ഈസ് നോട്ട് ഡ്രിങ്കിങ്. ഐ ആം ടീച്ചിങ്. ഐ ആം നോട്ട് ടീച്ചിങ്. അങ്ങനെ പറയാം. Yes. Yes.
വരുമ്പോൾ നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, യെസ്. അപ്പൊ ഞാൻ പറഞ്ഞത് സിമ്പിൾ അല്ല പ്രസന്റ് കണ്ടിന്യൂസ് സ്ട്രക്ചറിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ നെഗറ്റീവ് വാചകങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ആർ യു റെഡി? സോറി സർ, നെറ്റ്. ഹലോ, നോ പ്രോബ്ലം. യെസ്. അപ്പോ നെറ്റിന്റെ ഇഷ്യൂ ആണ്, ക്ഷമർക്ക്. ഓക്കെ, നമുക്കത് റെഡി ആയിട്ട് വിളിക്കാം. യെസ്. അപ്പൊ നമുക്ക് അതിന്റെ അടുത്തൊരു സെക്ഷനിലോട്ട് പോവുകയാണ് ഞാൻ. അപ്പൊ നമ്മൾ പറഞ്ഞത് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ ടെൻസിനെ കുറിച്ച് പറഞ്ഞു. അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള വാചകങ്ങൾ എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞു, നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങൾ എഴുതാമെന്ന് എങ്ങനെയെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് അതിന്റെ ക്വസ്റ്റ്യൻ മോഡലുള്ള, അത് ഇന്ററോഗേറ്റീവ് മോഡലുള്ള സെന്റൻസിനെ കുറിച്ചാണ് നമ്മൾ ഇനി അടുത്തായിട്ട് പറയുന്നത്. ഇന്ററോഗേറ്റീവ് മോഡലുള്ള സെന്റൻസിനെ കുറിച്ച്. ഇന്ററോഗേഷൻ, ക്വസ്റ്റ്യൻ മോഡൽ. അപ്പൊ അത് പറയാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഒന്നുകിൽ ആ, അല്ലെങ്കിൽ ഈസ്, അല്ലെങ്കിൽ ആറ്. അത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചോദ്യമായിട്ട് മാറും. ഓക്സിലറി വെർബായിട്ടുള്ള ഈസ്, ആം, ആറ് ഇത് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ടേൺ ഇൻടു എ ക്വസ്റ്റ്യൻ. അതെന്തായിട്ട് മാറുന്നു? അതൊരു ചോദ്യമായിട്ട് മാറുന്നു. അപ്പൊ ചോദ്യമാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സാമ്പിൾ പറയാം. യു ആർ റീഡിങ്. ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ആ യു ആർ റീഡിങ് എന്ന് പറയുന്നതിന്റെ ആറ് ആദ്യം പറയാം. അപ്പൊ എന്തായി? ആർ യു റീഡിങ്? വായിക്കുകയാകുന്നു, ചോദ്യമായി. കണ്ടോ? ഷീ ഈസ് ഡാൻസിങ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ആ ഈസ് ആദ്യം പറയാം. അപ്പൊ എന്തായി? ഈസ് ഷീ ഡാൻസിങ്? അവൾ നൃത്തം ചെയ്യുകയാകുന്നു, ചോദ്യമായി. ആർ യു അറ്റൻഡിങ്? നിങ്ങൾ ശ്രദ്ധിക്കുകയാകുന്നു. ആർ യു പർച്ചേസിങ്? നിങ്ങൾ വാങ്ങുകയാകുന്നു. ഈസ് ഷീ സ്റ്റഡിയിങ്? അവൾ പഠിക്കുകയാകുന്നു. ഈസ് ഷീ കുക്കിംഗ് ഫുഡ്? അവൾ ഭക്ഷണം പാകം ചെയ്യുകയാകുന്നു. യെസ്. അങ്ങനെ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് അത് ആദ്യം പറഞ്ഞു കഴിയുമ്പോൾ അത് പ്രസന്റ് കണ്ടിന്യൂസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട്, ചോദ്യമായിട്ട് അത് മാറും. ഓക്കെ, യെസ്. അപ്പൊ നമുക്കിനി ചോദ്യമായിട്ടുള്ള 2-3 വാചകങ്ങൾ നോക്കാം. അപ്പൊ വേറെ ഒന്നും ചെയ്യണ്ട. ഈസ്, ആം, ആറ് ആദ്യം പറഞ്ഞാൽ അതെന്തായിട്ട് മാറുന്നു? ചോദ്യമായിട്ട് മാറുന്നു. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും, നമ്മളിപ്പോ ഒരു വീട്ടിൽ ചെന്നു, അയാള് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കയറി ചെല്ലുമ്പോൾ അയാളോട് ചോദിക്കുകയാണ്, ചായ കുടിക്കുകയാണല്ലേ? അപ്പൊ അവിടെ നമുക്ക് ഈ സംഗതിയാണ് ഉപയോഗിക്കുക. ആർ യു ഡ്രിങ്കിങ് ടീ? ചായ കുടിക്കുകയാണല്ലേ? അതെ. ആർ യു ഡ്രിങ്കിങ് ടീ? അപ്പൊ യെസ്, ഐ ആം ഡ്രിങ്കിങ് ടീ. യെസ്. ഇനിയിപ്പോ വേറെ എന്തെങ്കിലും പച്ചക്കറി അരിയുന്ന സമയത്ത് നമ്മൾ കയറി ചെല്ലും, ആർ യു കട്ടിങ് വെജിറ്റബിൾ? ആർ യു കട്ടിങ്? അവിടെ എല്ലാം ഉപയോഗിക്കുന്നത് എന്താണോ ലൈവായിട്ട് അപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആ സംഭവത്തിലാണ് എപ്പോഴും നമ്മൾ ഈ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ചോദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് ആദ്യം പറയുന്നു. ഓക്കെ, ഗഗന, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് ആദ്യം വരുന്ന 2-3 സെന്റൻസ് എന്ന് പറഞ്ഞു ചോദ്യമായിട്ടുള്ളത്. Are you confident? ആർ യു കോൺഫിഡൻസ്? സംഗതി അത് കറക്റ്റ് സെന്റൻസ് ആണ്, പക്ഷെ അതിലേക്ക് ING വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അവിടെ നമുക്ക് ING സെന്റൻസ് കറക്റ്റ് ആണ്. ആർ യു കോൺഫിഡൻറ്റ്? നമുക്കവിടെ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആ കോൺഫിഡന്റിന് മുന്നിലൊരു വാക്ക് ചേർത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആവും. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചോദിച്ചു. Are you feeling confident? അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ആയി. മറ്റേതാവുമ്പോ സിമ്പിൾ പ്രസന്റ് ആവും. ഇത്രയുള്ള വ്യത്യാസം. രണ്ടും കറക്റ്റ് ആണ്. ഓക്കെ പറഞ്ഞു. Are you reading newspaper? ആർ യു റീഡിങ് ന്യൂസ് പേപ്പർ? കറക്റ്റ്. Is he crying? ഈസ് ഷീ ക്രൈയിങ്? കറക്റ്റ്. Are they dancing? ഓക്കെ, കറക്റ്റ്. Is he singing? ഓക്കെ, കറക്റ്റ്. Okay, sorry. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. പറഞ്ഞത് മുഴുവൻ കറക്റ്റ് ആണ്. ഓക്കെ. ഗഗന, വെരി ഗുഡ്. ഗഹനക്ക് പറയാമോ? Yes, sir. ഓക്കെ, ആറ് ഈസ് ആദ്യം കേറാം.
Is he sleeping? Is he Sleeping. waiting? Okay. Is he waiting? Correct. Am I doing it right? Are you doing it? Okay, correct. Is the baby crying? Is the baby crying? Correct. കുട്ടി കരയുകയാകുന്നു. Yes. Are they coming today? Are they coming today? Correct. Am I disturbing the baby? Am I disturbing the baby? അല്ലേ? Correct. Sorry. Okay, okay, very good, very good. Okay, രഹന പറഞ്ഞത് മുഴുവൻ correct ആണ്. Very good, very good, very good. Okay, 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 okay. Yes. ഇനി അളക. അളക പറഞ്ഞോളൂ. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് ആദ്യം വരണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. Are you busy now? ആർ യു ബിസി നൗ? ഓക്കെ ഓക്കെ. ഇത് അതിനകത്ത് അത് സെന്റൻസ് കറക്റ്റ് ആണ് അളക. പക്ഷെ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ടെൻസിലോട്ട് അത് വന്നിട്ടില്ല. കാരണം ഇതിന്റെ അകത്ത് വെർബിന്റെ കൂടെ ing വന്നിട്ടില്ല. പക്ഷെ സെന്റൻസ് കറക്റ്റ് ആണ്. ഓക്കെ, അടുത്ത് പറഞ്ഞോളൂ. Is she your sister? ഈസ് ഷീ യുവർ സിസ്റ്റർ? സെന്റൻസ് കറക്റ്റ് അല്ല, ing വന്നിട്ടില്ലെന്നേ ഉള്ളൂ. കുഴപ്പമില്ല. യെസ്, പറഞ്ഞോ. Are we meeting tomorrow? ആർ യു മീറ്റിംഗ്? അപ്പൊ നോക്കേ, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമായതുകൊണ്ട് ടുമാറോ എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. Are we meeting today? ഓക്കെ ഓക്കെ. അപ്പൊ അത് അങ്ങനെ പറഞ്ഞാൽ മതി. ടുമാറോ എന്ന് പറയുമ്പോൾ വരാൻ പോകുന്നതല്ലേ. യെസ്, ഓക്കെ 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 ഓക്കെ. Is it going to rain? Is it going to rain? That's a sentence. Is it going to rain? Am I speaking too fast? Am I speaking too fast? No, you are speaking very slowly. Don't do it. Yes, that's a sentence. Okay, Are okay. you ready for the exam? Are you ready for the exam? And അപ്പൊ നമുക്ക് വേണമെങ്കിൽ അതിന്റെ അകത്തും ing ഇല്ല. അവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആർ യു ഗെറ്റിംഗ് റെഡി ഫോർ ദ എക്സാം എന്ന് വേണമെങ്കിൽ മാറ്റാം. നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കെട്ടടി തയ്യാറാവുകയാകുന്നു. യെസ്, ഓക്കെ. അടുത്തത് വീണ്ടോ. Are you studying well? ആർ യു സ്റ്റഡിയിങ് വെൽ? കറക്റ്റ് ആണ്. ആർ യു സ്റ്റഡിയിങ് വെൽ? കറക്റ്റ് ആണ്. മതിയാ? മതി 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 മതി. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ അളക പറഞ്ഞു പോവുകയാണെങ്കിൽ എവിടെ വരെ വേണമെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ്. യെസ്, ഓക്കെ 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 ഓക്കെ. യെസ്, സാന്ദ്ര മോൾ. സാന്ദ്ര മോൾ. യെസ്, അത് നമ്മൾ ഒരുമിച്ച് വിചാരിക്കാം. യെസ്, അഞ്ജന കെ കെ. ഓക്കെ. ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആദ്യം വരുന്ന രീതിയിലുള്ള 2-3 സെന്റൻസുകൾ പറഞ്ഞു. Is he drawing? ഈസ് ഹി ഡ്രോയിങ്? കറക്റ്റ് ആണ്. Is he washing her clothes? ഓക്കെ. ഈസ് ഹി വാഷിംഗ് ഹെർ ക്ലോത്ത്സ്? കറക്റ്റ് ആണ്. Are they singing? ആർ ദ സിംഗിങ് സോങ്? ചെറിയ കുഴപ്പമില്ല. സിംഗിങ് കറക്റ്റ് ആണ്. Are you crying? ആർ യു ക്രൈയിങ്? കറക്റ്റ് ആണ്. Are they fighting? ആർ ദ ഫൈറ്റിംഗ്? ശരിയാണ്. Is he going? ഈസ് ഹി ഗോയിങ്? കറക്റ്റ് ആണ്. Is he swimming? ഓക്കെ ഓക്കെ ഓക്കെ. കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. അഞ്ജന പറഞ്ഞത് മുഴുവൻ കറക്റ്റ് ആണ്. ഓക്കെ 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 ഓക്കെ. കറക്റ്റ് കറക്റ്റ്. ഓക്കെ. ഷമാറ, ഷമാർക്ക് പറയാൻ പറ്റുമോ? ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആദ്യം വരുന്ന 2-3 സെന്റൻസുകൾ പറഞ്ഞേ. Are you attending the exam? ആർ യു അറ്റൻഡിങ് ദ എക്സാം? കറക്റ്റ് ആണ്. Is he reading a book? ഈസ് ഹി റീഡിങ് എ ബുക്ക്? കറക്റ്റ് ആണ്. You are waiting? യു ആർ വെയിറ്റിംഗ്. അപ്പൊ ചോദ്യമാകാൻ വേണ്ടി ആറ് ആദ്യം പറയാം. ആറ് ആദ്യം പറയും. Okay, okay. Are you waiting? ആർ യു വെയിറ്റിംഗ്? ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. അപ്പൊ ബസ് സ്റ്റോപ്പിലേക്കൊക്കെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ
അവിടെ ഓൾറെഡി വേറെ ആൾ നിൽപ്പുണ്ടെങ്കിൽ നമുക്ക് അയാളോട് ചോദിക്കാം, ആർ യു വെയിറ്റിംഗ് ഫോർ ദ ബസ്? വെയിറ്റിംഗ് ഫോർ ദ ബസ്, അല്ലെങ്കിൽ നോ ഐ ആം വെയിറ്റിംഗ് ഫോർ എ ടാക്സി, ഓർ ഐ ആം വെയിറ്റിംഗ് ഫോർ എ ഓട്ടോ. യെസ്, പറഞ്ഞോ. Are you singing a song? ആർ യു സിംഗിങ് എ സോങ്? ഓക്കെ, കറക്റ്റ് ആണ്. Are you drinking water? Are you drinking water? കറക്റ്റ് ആണ്. ആർ യു ഡ്രിങ്കിങ് വാട്ടർ? കറക്റ്റ് ആണ്. Okay, മതിയോ? മതി. ഓക്കെ, ശരി. ഓക്കെ. യെസ്. അപ്പോ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിനെ നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസിനെ നമ്മളിവിടെ കൂടെ അവസാനിപ്പിക്കുക. ഇനി നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മള് ഐ ഹാവ് എന്നുള്ള ഒരു സംഗതിയെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നില്ല. ഐ ഹാവ് യെസ്. പിന്നെ ഐ ഹാവ് കഴിഞ്ഞിട്ട് ഐ ഡോണ്ട് ഹാവ് നമ്മൾ പറഞ്ഞായിരുന്നു ലേഖന. ഐ ഡോണ്ട് ഹാവ് നമ്മൾ പറഞ്ഞു, അതും പറഞ്ഞാൽ ഐ ഡോണ്ട് ഹാവ് പറഞ്ഞാൽ. ഓക്കെ. വെരി ഗുഡ്. ഞാൻ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഐ ഡോണ്ട് ഹാവ്. യെസ്. ഇനി ഐ ഹാഡ് നമ്മൾ പറഞ്ഞായിരുന്നു. നോ ആണെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് ഒന്ന് പറയാം. ഓക്കെ. യെസ്. അപ്പോ ഓക്കെ, അതിനെ നമുക്ക് പറയാം. അപ്പൊ നോക്കേ, ഐ ഹാവ് വെച്ച് നമ്മൾ പറഞ്ഞു, എനിക്കുണ്ട്. ഐ ഹാവ് എ കാർ, ഐ ഹാവ് എ ഹൗസ്, ഐ ഹാവ് 2 children, ഐ ഹാവ് എ ലവ്ലി ഹസ്ബൻഡ്. അങ്ങനെ നമ്മൾ ഐ ഹാവിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു ഐ ഡോണ്ട് ഹാവ് പറഞ്ഞു. ഐ ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കില്ല. ഐ ഡോണ്ട് ഹാവ് എ ഫ്രിഡ്ജ്, ഐ ഡോണ്ട് ഹാവ് എ ബിഗ് ഹൗസ്, ഐ ഡോണ്ട് ഹാവ് എ ഗോൾഡ് ലോൺ. അങ്ങനെ നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഇങ്ങനെ തന്നെ പറയാം. അപ്പോ ഉള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഇല്ലാത്തതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് മുൻപുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴില്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴില്ല. യെസ്. അപ്പൊ ഒരുപക്ഷെ നിങ്ങൾക്ക് വലിയൊരു വീടുണ്ടായിരിക്കാം, പക്ഷെ ഇപ്പോഴതില്ല. അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഓക്സിലറി വെർബ് ഏതാണെന്നാണ് നമുക്ക് തോന്നുന്നത്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പറയുന്നത് ഉണ്ടായിരുന്നു എന്നുള്ളത് ഉപയോഗിക്കുന്നത് ഹാഡ് ആണ്. അതാണ് ഹാഡ്. അപ്പൊ നമുക്ക് പറയാം ഐ ഹാഡ് എ ബിഗ് ഹൗസ്. എനിക്ക് വലിയൊരു വീടുണ്ടായിരുന്നു. അപ്പൊ ഹാഡ് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ ഇല്ലാതെ. നേരെ മറിച്ച് ഹാഡിന് പകരം അവിടെ ഹാവ് ആയിരുന്നെങ്കിലോ ഇപ്പോഴും വീടുണ്ടെന്ന് അർത്ഥം. ഉണ്ട് എന്നാണ്. ഹാഡ് എന്ന് പറയുമ്പോൾ മുൻപുണ്ടായിരുന്നു, ഇപ്പോഴില്ല. യെസ്. ഐ ഹാഡ് എ മോട്ടോർ സൈക്കിൾ. എനിക്കൊരു മോട്ടോർ സൈക്കിൾ ഉണ്ടായിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ ഇല്ല. യെസ്. ഐ ഹാഡ് എ ലവ്ലി മദർ. എനിക്കൊരു സ്നേഹനിധിയായ അമ്മയുണ്ടായിരുന്നു. നൗ ഷീ ഈസ് നോ മോർ. ഇപ്പോൾ അവൾ ജീവനോടെ ഇല്ല. ഐ ഹാഡ് എ ലവ്ലി മദർ. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടായിരുന്നതും എന്നാൽ ഇപ്പോൾ നോക്കുമ്പോൾ ഇല്ലാത്തതുമായ സംഗതികൾ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 2-3 ഐറ്റംസ് ഈ സെന്റൻസ് പറയാൻ വേണ്ടി ഒന്ന് ഉണ്ടാക്കുക. 2-3 ഐറ്റംസ് നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോഴില്ല എന്നുള്ള രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഐ ഹാഡ് നോ ഫ്രണ്ട്സ്, ഐ ഹാഡ് നോ ഫ്രണ്ട്സ്. യെസ്. അതിന്റെ അർത്ഥം മുമ്പ് എനിക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഇപ്പൊ എനിക്ക് ഫ്രണ്ട്സ് ഇല്ല എന്നതിന്റെ അർത്ഥം. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ആലോചിക്കുക. അത് ഓരോരുത്തരും പറയുക. ഓക്കെ, ഒന്ന് ആലോചിച്ചോളൂ. ഐ ഹാഡ്. അപ്പോ ഐ ഹാഡ് റെഡി ആയി കഴിഞ്ഞാൽ ഗഗന ആദ്യം പറയാ. ഗഗന വെച്ച് തുടങ്ങി കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ ഗഗനയുടെ ഐശ്വര്യത്തിൽ അങ്ങോട്ട് പോട്ടെ.
ഐ ഹാഡ് മുമ്പുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴില്ല. യെസ്, ആർ യു റെഡി? Sir. പറഞ്ഞോളൂ. I had a collection of books. I had a collection of books. Correct ആണ്. Correct sentence. I had a cycle. I had a cycle. Okay. അത് correct ആണ്. I had hens. I had a Hens. കോഴികൾ. yes. Okay. ഞാൻ friends എന്നാണ് കേട്ടത്. Okay. I had lovebirds. Okay, correct ആണ്. I had a smartphone. Okay, correct ആണ്. And I had a laptop. I had a laptop. Okay, correct ആണ്. Yes. Okay. Very good. Yes. അപ്പൊ ഗഗന പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് അറിയാം. അടുത്ത് വരുന്നത് ആരായിരിക്കും? രഹനയായിരിക്കും എന്നുള്ള കാര്യം അറിയാം. അപ്പൊ അതുകൊണ്ട് രഹനയിലേക്ക് നമ്മൾ വരികയാണ്. ഓക്കെ രഹന. ഗായത്രി, ഈ മോഡൽ ഒന്ന് നോക്കിക്കോളൂട്ടാ. യെസ്, ഐ ഹാഡ് വെച്ചിട്ട്. I had a lot of work yesterday. I had lot of works yesterday. ഞാനിപ്പോ പറയാൻ പോയതെന്ന് അറിയാമോ? ഞാനിപ്പോ ഐ ഹാഡ് എന്ന് പറഞ്ഞു വന്നപ്പോ ഞാൻ വിചാരിച്ചു ഐ ഹാഡ് ലോങ് ഹെയർ. ലോട്ട് ഓഫ് എന്ന് പറയുന്നത് ലോങ് എന്നാണ് ഞാൻ വിചാരിച്ചത്. ഐ ഹാഡ് ലോട്ട് ഓഫ് ഹെയർ നമുക്ക് പറയാം, അല്ലെങ്കിൽ ലോങ് ഹെയർ. യെസ്, പറഞ്ഞോളൂ. I had a cup of tea in the morning. I had a cup of tea in the morning. അതൊരു സെന്റൻസ് ആണ്. Okay. I had a beautiful hair before my delivery. Yes, I had a beautiful hair. Very good. I had a headache last night. I had a headache last night. Correct. I had packed everything for the trip. Okay. What is that? Okay, രഹന പറഞ്ഞതൊക്കെ നല്ല വെറൈറ്റി ഉണ്ടായിരുന്നു. ഐ ഹാഡ് ആൻ ഹെഡേക്ക്, അതെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഓക്കെ. യെസ്, അപ്പൊ നേരത്തെ ഒരു ഓർഡർ അനുസരിച്ച് പോയി കഴിഞ്ഞാല് അടുത്ത ആള് പറയേണ്ടത് ആരാണ്? അളക MS ആണ്. യെസ്, അപ്പൊ ഗായത്രി, ഞങ്ങളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മുൻപ് ഉണ്ടായിരുന്നതും എന്നാൽ ഇപ്പോൾ ഇല്ലാത്തതുമായ കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഹാഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഹാഡിന്റെ അർത്ഥം ഉണ്ടായിരുന്നു എന്നാണ്. ഐ ഹാഡ് ആൻ ഹെഡേക്ക്, എനിക്ക് തലവേദന ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ കളക്ഷൻ ഓഫ് ബുക്സ്, എനിക്ക് ധാരാളം ബുക്കുകളുടെ ഒരു ശേഖരം ഉണ്ടായിരുന്നു. ഐ ഹാഡ് എ ടീ ഇൻ ദ മോർണിംഗ്, രാവിലെ ഞാനൊരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, ഐ ഹാഡ് എ വണ്ടർഫുൾ പിക്ചർ, എന്റെ കയ്യിൽ മനോഹരമായ ഒരു ചിത്രം ഉണ്ടായിരുന്നു. ഓക്കെ. അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. യെസ്, അളക പറഞ്ഞോളൂ. I had finished my work before dinner. ഓക്കെ. ഈ സെന്റൻസ് പക്ഷേ ഇത് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു ടെൻസിലോട്ടാണ് അത് വരുന്നത്. ഓക്കെ, അത് കറക്റ്റ് ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഹാഡ് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു നൗൺ. ഐ ഹാഡ് എ കൗ, എനിക്കൊരു പശു ഉണ്ടായിരുന്നു അല്ല. ഹാഡ് കഴിഞ്ഞ പിന്നെ ഉപയോഗിച്ചേക്കണ ഏതാണ്? കൗ എന്ന് പറയുന്ന ഒരു പേരാണ്, നൗണാണ്. ഇപ്പോ അളക പറഞ്ഞപ്പോ ഐ ഹാഡ് ഫിനിഷ്ഡ് അല്ല. ഫിനിഷ് എന്ന് പറയുന്ന വാക്കിന്റെ മൂന്നാമത്തെ ഫോം V3 ആണ് ഫിനിഷ്ഡ്. സെന്റൻസ് കറക്റ്റ് ആണ്. ഐ ഹാഡ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. പക്ഷെ നമുക്ക് വേണ്ടത് ഒരു നൗൺ ഉപയോഗിച്ചപ്പോഴാണ്. ഐ ഹാഡ് ഒരു വസ്തുവിന്റെയോ സ്ഥലത്തിന്റെയോ പേരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. I had a lot of paintings. Okay, I had a lot of paintings. Okay, correct. I had cleaned the house before the guest arrived. Okay. I had a guest. Okay.
I had visited the city. I had visited the city. ഇപ്പോഴും അത് വേറെ മോഡലായി, കുഴപ്പമില്ല, സെന്റൻസ് കറക്റ്റ് ആണ്, പറഞ്ഞോളൂ. ഒരു സെന്റൻസ് പറ, അത് കറക്റ്റ് ആണോ എന്ന് പറയണേ. ഓക്കെ ഓക്കെ. I had read the book before watching the movies. I had Read the books before watching the movies. ബിഫോർ വാച്ചിങ് ദ മൂവി. ഓക്കെ ഓക്കെ, സംഗതി കറക്റ്റ് ആണ്. പക്ഷെ ആ റീഡ് എന്നല്ല പറയുന്നത്, റെഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അളക് പറഞ്ഞ ടെൻസ് ഇതാണ്, പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസാണ് അളകോട് ഉപയോഗിച്ചത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല, എന്നാലും ഞാൻ വെറുതെ ഒന്ന് പറയും. നമ്മള് ഒരാളെ സങ്കല്പിക്കും, യെസ്, ഒരാളെ സങ്കല്പിക്കും. അപ്പോ അയാളുടെ പേര് ഞാൻ തൽക്കാലത്തേക്ക് വേണു എന്ന് പറയുന്നു. എന്താ പറയുന്ന പേര്? വേണു. നമ്മൾ പറയുക, ആ വേണു ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. ആ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ പേര് ഞാൻ വീണ എന്ന് പറയും. ഇത് 2020 സംഭവം. 2025 വേണു വിവാഹം കഴിക്കുക. 2025 വേണു വിവാഹം കഴിക്കുന്നത് വീണ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. ഒരു സിറ്റുവേഷൻ പറഞ്ഞു. അതായത് 2020 വേണു വീണയെ സ്നേഹിച്ചു. 2025 വിവാഹം കഴിച്ചപ്പോ വീണയല്ല വിവാഹം കഴിച്ചത്, വീണയാണ് വിവാഹം കഴിച്ചത്. അപ്പൊ ഇനി അളകളോട് ഞാനൊരു ചോദ്യം ചോദിക്കും. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന വേണു അളകയാണെന്ന് വിചാരിക്കും. അപ്പോ ആ വേണു കൂട്ടുകാരിയായ സാന്ദ്രയോട് പറയുന്നു. എന്ത് പറയുന്നു? വീണയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ വീണയെ സ്നേഹിച്ചിരുന്നു. ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു. തെറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. വീണയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ വീണയെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷ് പറഞ്ഞു. അളക കറക്റ്റ് ആണോന്ന് അറിയത്തില്ല, ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ ഓക്കെ, തെറ്റായിട്ട് കുഴപ്പമൊന്നുമില്ല, പറഞ്ഞു. Before 2020. പറഞ്ഞോളൂ. Before 2020. പറയട്ടെ? പറഞ്ഞോളൂ. പേര് മാറിപ്പോവേ. സ്നേഹിച്ച ആള് വീണ, കല്യാണം കഴിച്ചത് ബീന. ഒന്ന് വി ഒന്ന് ബി. നമുക്ക് പേര് മാറ്റണോ? കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിട്ട് പേര് മാറ്റണോ? എങ്ങനെ? രേണു ലൗഡ്സ് വീണ ബിഫോർ 2020. മാരേജിന്റെ കാര്യം In 2025, after Renu marry Beena. ഓക്കെ ഓക്കെ ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഓക്കെ ഓക്കെ, ഗഗന പറയൂ. അപ്പൊ ഗഗന പറയുമ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടത്, ഈ 2020 2025 ഞാൻ പറഞ്ഞത് ഒന്നും അത് വർഷം വേണമെന്നില്ല, സംഭവം ഇത് മതി. വീണയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ വീണയെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ആരാ നിങ്ങളുടെ ഭാര്യ? ഗഗന ചോദിച്ചു. അപ്പൊ എന്റെ ഭാര്യ ബീന. നിങ്ങൾക്ക് വല്ല അഫയർ ഉണ്ടായിരുന്നോ? അപ്പൊ പറയണം യെസ്, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ വീണയെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, പറഞ്ഞു. I had a relation with Veena before my marriage. Yes. Okay. I had a relation with Veena before my marriage. Okay. Sentence നമുക്ക് റെഡിയാക്കാം. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇനി രഹന പറയൂ. രഹന, ഇപ്പൊ ഈ പറഞ്ഞ സംഗതി പറയാമോ? പറയാം.
പറഞ്ഞു നോക്കി, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, പറയൂ. Before marrying Veena, I had loved Veena. യെസ്, ഓക്കെ 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 ഓക്കെ. ഇനി ആർക്കാണ്? മേഘക്ക് പറയണമെന്നുണ്ട്. മേഘ, സാന്ദ്രാമോൾ Yes, sir. എന്ന് പറഞ്ഞു മേഘ. Before I marry you, I had a relation with Veena. Veena. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, സാന്ദ്രാമോൾ. യെസ്, ഗായത്രി. ഗായത്രി പറഞ്ഞു നോക്കട്ടെ സാർ. പറഞ്ഞു നോക്കി. I married Veena. ആ, I had loved Veena. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അവിടെ നിൽക്കട്ടെ. അഞ്ജന, അഞ്ജന കേക്ക്. അഞ്ജന, യെസ്, അഞ്ജനയുടെ റേഞ്ച് പോയി തോന്നുന്നു. ഓക്കെ 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 ഓക്കെ. ഷമീറ, ഷമീർക്ക് പറയണമെന്നുണ്ടോ? കട്ടായി. ആ, പറഞ്ഞോളൂ അഞ്ജന. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, പറഞ്ഞിരിക്കും. ആ, I loved Veena before I married Veena. ഓക്കെ. ബിഫോർ ഐ മാരീഡ് വീണ. ഓക്കെ ഓക്കെ. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. ഷെറിൻ പറയണമെന്നുണ്ടോ? ഹലോ സർ. പറഞ്ഞു നോക്കണമെന്നുണ്ടോ? I had a car. I had a childhood. Yes. Okay. I had a meeting in the morning. Yes. I had a good time yesterday. Yes, very good. A good time yesterday. I had a cup of coffee at the coffee shop. Yes. I had a lot of money. Yes. ഇതൊക്കെ തിരിച്ചു വരും ഷെറിൻ, പേടിക്കണ്ട. Yes. I had my computer repaired. Yes. Okay, sir. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞിരുന്നു, അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഏതാണ്ട് അഞ്ജനയും ഗായത്രിയും കുറച്ചുകൂടി അരികത്തൂടെ പോയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ച പോലെ അവിടെ നോക്കാം. അപ്പോ ഞാനിപ്പോ പറയാൻ കാരണം, അളവ് ഇവിടെ ഉപയോഗിക്കുന്ന ടെൻസ് ഉണ്ട്. ആ ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു ടെൻസാണ്. പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് വെച്ചും പറഞ്ഞു. അപ്പൊ ആ ഹാഡ് വെച്ച് വന്നുകൊണ്ടാണ് ഞാൻ ഈ സാധനം ഈ എക്സാമ്പിൾ പറഞ്ഞത്. ഇപ്പൊ നോക്കിയേ, നമ്മൾ സംസാരിക്കുന്നത് 2025 അപ്പൊ ബീനെ കല്യാണം കഴിച്ചത് 2025 ജനുവരിയിലാണ് വിചാരിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്നത് 2025 മെയിലാണ്. അപ്പൊ നമുക്കറിയാം 2025 ബീനയെ കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞു പോയ സംഭവമാണ്, പാസ്റ്റ് ടെൻസ് ആണ്. ഇനി 2020 വീണയെ സ്നേഹിച്ചു. 2020 അതും കഴിഞ്ഞു പോയ സംഭവമാണ്, അതും പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഇവിടെ രണ്ട് പാസ്റ്റ് ടെൻസ് വന്നു കഴിയും. അങ്ങനെ വന്നു കഴിയുമ്പോൾ അതില് ആദ്യം നടന്ന സംഭവം ഏതാണെന്ന് നോക്കണം. അപ്പൊ നിങ്ങളൊന്ന് നോക്കി, വീണയെ സ്നേഹിച്ചതാണോ വീണയെ കല്യാണം കഴിച്ചതാണോ ആദ്യം നടന്ന സംഭവം? വീണയെ സ്നേഹിച്ചതല്ലേ ആദ്യം? യെസ്, വീണയെ സ്നേഹിച്ചതാണ്. സ്നേഹിച്ച സംഭവം. ഓക്കെ കേൾക്കണം, അഞ്ജന കറക്റ്റ് ആണ്. സ്നേഹിച്ച സംഭവം ആദ്യം നടന്നത്, അത് പാസ്റ്റ് പെർഫെക്റ്റ് പറയും. യെസ്, അവിടെ അത് ഹാഡ് ഉപയോഗിക്കും. അപ്പൊ ഇങ്ങനെയാണ് വരും, ഐ ഹാഡ് ലവ്ഡ് വീണ ബിഫോർ ഐ മാരീഡ്. ഫസ്റ്റ് ബിഫോർ ഐ മാരീഡ് വീണ. യെസ്, കണ്ടോ? ഇങ്ങനെ രണ്ട് സംഗതികൾ അവിടെ വന്നു കഴിയുമ്പോഴാണ് അത് ആദ്യം തന്നെ സംഭവത്തിന്റെ കൂടെ ഹാഡ് വെച്ച് പറയുന്നത്, പാസ്റ്റ് പെർഫെക്റ്റ് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോ അളക, Yes, sir. വേറൊരു വാചകം പറയുന്നത്, ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും അവൾ പോയിട്ടുണ്ടായിരുന്നു. രണ്ടും പിറ്റേ ദിവസം ഞങ്ങളോട് പറയുന്നതാണ് കേട്ടോ. ഞാൻ ഇന്നലെ അവിടെ ചെന്നപ്പോഴേക്കും അവൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ആലോചിക്കുക, ഞാൻ അവിടെ ചെന്നതാണോ
അവള് പോയതാണോ ആദ്യം നടന്ന സംഭവം? ഞാൻ ഇന്നലെ അവിടെ ചെന്നപ്പോൾ അവൾ പോയിട്ടുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ചിട്ട് പറയാമേ. ആലോചിച്ചു. ഇനി എല്ലാവരും ആലോചിച്ചോളൂ. ആലോചിച്ചിട്ട് ആദ്യം കിട്ടുന്ന ആൾ പറഞ്ഞു. ഞാൻ ഇന്നലെ അവിടെ ചെന്നപ്പോൾ അവൾ പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരുമിച്ച് പോകാന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഇരുന്നത്. ഞാൻ അവളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ അവള് പോയി, നേരത്തെ പോയി. യെസ്, അതാണ് നമ്മൾ പറയുന്നത്. ഞാൻ അവിടെ ചെന്നപ്പോൾ അവൾ പോയിട്ടുണ്ടായിരുന്നു. ആർക്ക് വേണമെങ്കിലും പറയാം, തെറ്റിയാലും കുഴപ്പമില്ല. ആലോചിച്ചോ. ഇപ്പോ ആളുകൾ ആലോചിക്കുന്ന പോലെ വേറെ ആലോചിച്ചിട്ട് ആദ്യം കിട്ടുന്നവർക്കും പറയാം. തെറ്റ് ഇതിൻ്റെ അകത്തൊരു വിഷയമല്ല എന്നുള്ള കാര്യം വീണ്ടും പറയുകയാണ്. യെസ്, എങ്ങനെ പറഞ്ഞോളൂ. She had left from the bus stop before I arrived. ബിഫോർ ഐ അറൈവ്ഡ്. ഓക്കെ. അവിടെ നിൽക്കട്ടെ. രഹന. Yes, sir. ഇതൊന്ന് പറഞ്ഞു നോക്കിയേ. ഞാൻ അവിടെ ചെന്നപ്പോൾ അവൾ പോയിട്ടുണ്ടായിരുന്നു. She had gone when I went there yesterday. ഓക്കെ. ഇനി മേഘ. She is left when I reached there. നേരത്തെ പറഞ്ഞപ്പോ കുറച്ചുകൂടി കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ല. ഇതിനകത്ത് ചെറിയ വ്യത്യാസം വന്നല്ല മേഘ. ഓക്കെ, നമുക്ക് ശരിയാക്കാം. അഞ്ജന. When I had got there, she was already gone. Already gone. Yes. Okay. Gayatri. She was gone when I got there. അപ്പൊ അതിനകത്ത് ഒരു സ്ഥലത്ത് ഹാഡ് വന്നില്ലല്ലോ ഗായത്രി. ഞാൻ പറഞ്ഞില്ല ആദ്യം നടന്ന സംഭവത്തിന്റെ കൂടെ ഹാഡ് വന്നെന്ന് പറഞ്ഞില്ലേ. യെസ്. ഓക്കെ, അളക ആലോചിച്ച് കഴിഞ്ഞു. കറക്റ്റ് ആണെന്ന് അറിയത്തില്ലേ. പേടിക്കേണ്ട അളക, അതിന് വേണ്ടി പറഞ്ഞു. I had gone home and she left. ഓക്കെ. വെരി ഗുഡ്. ഇതിനകത്ത് അളകക്കും അഞ്ജനക്കും പറ്റിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങള് രണ്ടുപേരും ആദ്യം നടന്ന സംഭവത്തിന്റെ കൂടെ അല്ല എന്ത് ചെയ്യാത്തത്, ആഡ് ചെയ്യാത്തത്. ഓക്കെ, ഞാൻ അവിടെ ചെന്നപ്പോൾ അവൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ചെല്ലുക, എത്തുക എന്നുള്ള വെർബാണോ, അവൾ പോവുക എന്നുള്ള വെർബാണോ ആദ്യം നടന്നത്? പോവുക എന്നുള്ളതാണ്. അപ്പൊ ആ പോവുക എന്ന് പറയുന്നതിന്റെ കൂടെയാണ് എന്ത് വേണ്ടത്? ഹാഡ് വേണ്ടത്. അപ്പൊ നിങ്ങൾ നേരത്തെ ചേർത്ത ആ ഹാഡ് ഒന്ന് മാറ്റി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ശരിയാവും. ഗംഗയും രഹനയും പറഞ്ഞത് കറക്റ്റ് ആണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഷീ ഹാഡ് ലെഫ്റ്റ്. അവൾ പോയിട്ടുണ്ടായിരുന്നു. ബിഫോർ ഐ വെന്റ് ദയർ. ഞാൻ അവിടെ ചെല്ലുന്നതിന് മുൻപേ അവൾ പോയിട്ടുണ്ടായിരുന്നു. രഹന പറഞ്ഞത് അങ്ങനെയാണ്. ഇനി രഹന പറഞ്ഞത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവൾ പോയിട്ടുണ്ടായിരുന്നു. ചെല്ലുന്നതിന് മുൻപേ അല്ല, ചെല്ലുമ്പോൾ. അപ്പൊ അവിടെ നിന്ന് ഉപയോഗിച്ചു, വെൻ ഉപയോഗിച്ചു. വെൻ ഐ വെന്റ് ദയർ യെസ്റ്റർഡേ, ഇന്നലെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഷീ ഹാഡ് ഗോൺ, അല്ലെങ്കിൽ ഷീ ഹാഡ് ലെഫ്റ്റ്. ഓക്കെ, അങ്ങനെയാണ് അത് എഴുതേണ്ടത്. നമുക്കൊന്നും കൂടി നോക്കാം. ഇവിടെ അല്ല, നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസൊക്കെ വേണ്ട സമയത്ത് നമുക്കൊന്നും കൂടി ഇത് വിശദമായിട്ട് നോക്കാം. ഇപ്പൊ അളക് ഇവിടെ ആ ഒരു വാചകം പറഞ്ഞത് കൊണ്ട്, അല്ലെങ്കിൽ ഹാഡ് വെച്ചൊരു വാചകം പറഞ്ഞിട്ട് ഇത് ശരിയാണോ എന്ന് നോക്കുന്നത് പറഞ്ഞത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്.
പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്കത് ഒന്നുകൂടി വിശദമായിട്ട് നോക്കാം. ഓക്കെ, യെസ്. ഈ നിങ്ങളുടെ വൊക്കാബുലറി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 1-2 ചോദ്യങ്ങൾ ചോദിക്കാം. യെസ്, ഇത് ഞാൻ അതിന് പോയിന്റ് ഒന്നും പറയുന്നില്ല. അല്ല, പോയിന്റ് നമുക്ക് മാർക്കൊന്നും രേഖപ്പെടുത്തുന്നില്ല. ചോദ്യമല്ല, വേറൊരു സംഗതി. ഞാനൊരു പേര് മിസ്പ്ലെക്ട് ചെയ്ത് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് പറയുന്നു. നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? അതിൽ നിന്ന് കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് കൃത്യമായിട്ടുള്ള വാക്ക് കണ്ടുപിടിക്കണം. ഇനി നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലൂ പറയും. ഇത് എല്ലാം ഓരോ സ്ഥലത്തിന്റെ പേരുകളാണ്. എല്ലാം ഓരോ സ്ഥലത്തിന്റെ പേരുകളാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്ന ഇംഗ്ലീഷ് ലെറ്ററുകൾ ക്യാപിറ്റൽ ലെറ്ററിൽ നിങ്ങളൊന്ന് അകത്തി എഴുതുക. അത്രേ ഉള്ളൂ. പറയട്ടെ. RALUENBGU. ഒന്നുകൂടി പറയാം. RALUENG എൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ BGU. ഓക്കെ, ഇതൊരു സ്ഥലത്തിന്റെ പേരാണ്. അതാണ് ഞാൻ കൂട്ടേണ്ടത്. ഓക്കെ, ഷെറിൻ ഇസ് എ കറക്റ്റ് ആൻസർ. അപ്പൊ ആദ്യം ഇത് കറക്റ്റ് ആയിട്ട് പറഞ്ഞത് ആരാണ്? ഷെറിൻ ആണ്. അപ്പൊ ഷെറിന്റെ കുറെ രചന പറഞ്ഞിട്ടുണ്ട്. യെസ്, രചനയുടെയും പിന്നെ ആരാ വന്നിട്ടുള്ളത്? അളക വന്നിട്ടുണ്ട്. ഓക്കെ. യെസ്, സാന്ദ്ര പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. വെരി ഗുഡ്. യെസ്, കറക്റ്റ് ആൻസർ ആണ് ബാംഗ്ലൂരു. കറക്റ്റ് ആൻസർ. ഇപ്പൊ ചോദ്യത്തിന്റെ സ്റ്റൈലും പിടി കിട്ടിയല്ലോ. എഴുതി. അടുത്തത് രണ്ടാമത്തത്. IPRUJA. I will repeat. IPRUJA. എങ്ങനെയാണ് ആദ്യം പറഞ്ഞത്? ഓക്കെ, വെരി ഗുഡ്. തൊട്ടുപുറകിൽ സാന്ദ്ര, ഗായത്രി ഉണ്ട്, അഞ്ജന, അളക, ഷമീറ, ഷെറിൻ ആൻഡ് രചന ആൻഡ് മേഘന. ഓക്കെ, മേഘ. കറക്റ്റ് ആൻസർ. The answer is Jaipur. It's the correct answer. Okay, very good. Oh, you are very intelligent. അടുത്തത് LHIDE. I will repeat. LHIDE. രഹനയാണ് ആദ്യം പറഞ്ഞത്. രഹന. തൊട്ടുപുറകിൽ സാന്ദ്രയും അഞ്ജനയും ഉണ്ട്, ഗായത്രി, ഷെറിൻ, അളക. It's a correct answer. The answer is Delhi. It's a correct answer. അടുത്തത് RISAVANA. Okay.
RISABANA. ഇതൊരു ചരിത്ര പ്രസിദ്ധമായ സ്ഥലമാണ്. ഓക്കെ 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 ഓക്കെ. ആ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, എന്തായാലും കുഴപ്പമില്ല. ഷെറിൻ തൊട്ടുപുറകയില് സാന്ദ്ര. ഷെറിനാണ് ആദ്യം പറഞ്ഞത്. സാന്ദ്രമോള് തൊട്ടുപുറകയില് 1, 1, 2 കേട്ടോ. ആ 6 അവിടെ നിന്ന് മാറ്റിയാൽ മതി. വാരണാസി, വാരണാസി, വാരണാസി. യെസ്. അടുത്തത് ഓക്കെ ഓക്കെ രചന കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. വാരണാസി. അടുത്തത് RUSTA. RUSTA. സ്പെല്ലിങ് കൂടുതലുണ്ടായിട്ട് നിങ്ങൾ വേഗം ചെയ്തല്ല. കുറച്ച് സ്പെല്ലിങ് വന്ന് കഴിഞ്ഞപ്പോ അതല്ല ശരീരെ ചെറിയ വ്യത്യാസമുണ്ട്. ഓക്കെ ഓക്കെ. നോക്ക് നോക്ക് നോക്ക്. ഇതൊരു ഓക്കെ രഹന. RUSTA. ഇതൊരു നഗരത്തിന്റെ പേരാണ്. ഓക്കെ രഹന. Now it is clear. That is called Surat. Yes, Surat. Okay, രഹന മാത്രമാണ് പറഞ്ഞത്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ. തൊട്ടുപുറകിൽ അളകിയുണ്ട്. ഷെറിൻ ഉണ്ട്. ഷെറിൻ ഓക്കെ പറഞ്ഞാണല്ലോ ഷെറിൻ. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. അപ്പൊ ഈ ഒരു ഇനത്തില് ലാസ്റ്റ് ഉള്ള ഒരു ചോദ്യം കൂടി ചോദിക്കുക. ABPOHL. I will repeat. ABPOHL. Okay, very good. Sherin, Anjana, Sandra തൊട്ടുപുറകിലുണ്ട്. Gayatri, the correct answer. The name of the place is Bhopal. Yes. Okay okay okay. നിങ്ങൾ പറഞ്ഞിട്ടാണെങ്കിൽ ഞാനൊരു വിഷവാതക ദുരന്തം സംഭവിച്ച സ്ഥലം എന്ന് പറയാൻ വിചാരിച്ചിരിക്കുന്നു. അപ്പോഴേക്കും കൃത്യമായിട്ട് ഷെറിൻ പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോ ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ നിങ്ങളുടെ ഇന്നത്തെ പ്രകടനം മെച്ചപ്പെട്ട പ്രകടനമായിരുന്നു. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അപ്പൊ അന്ന് നമുക്ക് പുതിയൊരു വിഷയവുമായിട്ട് ചർച്ച ചെയ്യാം. ഓക്കെ.